ധനുഷും നയൻതാരയും തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം. ഈ പ്രശ്നം തുടങ്ങിയത് നാനും റൌഡിതാണ് എന്ന സിനിമയിൽ നിന്നാണ്. ആ സിനിമയുടെ പ്രൊഡ്യൂസർ ധനുഷാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗിലാണ് നയൻതാരയും വിഘ്നേഷും ഇഷ്ടത്തിലായ. സോ നയൻതാരയുടെ ലൈഫ് സ്റ്റോറിനെ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി ആയിട്ട് റിലീസ്. നയൻതാരയുടെ ലൈഫിനെ ചേഞ്ച് ചെയ്ത ഒരു സിനിമയിൽ നിന്ന് ഒരു ഫുട്ടേജും യൂസ് ചെയ്യാതെ അവരുടെ ഡോക്യുമെന്ററി എടുക്കുന്നത് ഭയങ്കര പാടാണ്. സോ ആ സിനിമയിലെ കുറച്ച് സീൻസിനെ അവരുടെ ഡോക്യുമെന്ററി ഇടാൻ പ്ലാൻ ചെയ്തു. സോ NOC ചോദിച്ചു ധനുഷോട് ചോദിച്ചപ്പോൾ ധനുഷ് ഒരു റെസ്പോൺസും കൊടുത്തില്ല. ഓ ധനുഷ് ഇനി ഫുട്ടേജ് ഒന്നും തരില്ലായിരിക്കും എന്ന് നയൻതാര വിചാരിച്ച് ആ ടൈമിൽ നയൻതാരയും വിഘ്നേഷും ഫോണിൽ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ആ ഡോക്യുമെന്ററി ഇൻക്ലൂഡ് ചെയ്തു. ബട്ട് ലാസ്റ്റ് വീക്ക് ഈ ഡോക്യുമെന്ററി ട്രെയിലർ നെറ്റ്ഫ്ലിക്സ് റിലീസ് ആയപ്പോൾ ആ ട്രെയിലർ കണ്ടിട്ട് ധനുഷ് 10 കോടി ചോദിച്ച് ലീഗൽ നോട്ടീസ് അയച്ചേക്കുക. നയൻതാര ഷൂട്ടിംഗ് സ്പോട്ടിൽ അവരുടെ പേഴ്സണൽ ഫോണിൽ എടുത്ത വീഡിയോസിനെ യൂസ് ചെയ്തതിന് എന്തിനാണ് ധനുഷ് ഇത്രയും ദേഷ്യപ്പെട്ട് 10 കോടിയൊക്കെ ചോദിച്ചേക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. സോ ഇതൊക്കെയാണ് നയൻതാര പറഞ്ഞേക്കുന്നത്. ബട്ട് ധനുഷിന്റെ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നയൻതാര ശരിക്കും 10 കോടിയല്ല 100 കോടി വരെ കൊടുക്കുക. ഇവളൊക്കെ എന്താ പറഞ്ഞാൽ എത്ര കോടികൾ വാങ്ങുന്ന ചെറിയ ചെറിയ ഷോട്ടുകൾക്ക് ഇവർക്ക് ഒരു 10 കോടി കൊടുക്കാൻ പറ്റൂലേ? ഞാൻ ധനുഷിന്റെ കൂടെയാണ്. നിങ്ങൾ ആരെ കൂടെയാണ്? നയൻതാര അല്ലെങ്കിൽ ഒരു അഹങ്കാരിയാണ്. കുറച്ച് കയറി കഴിഞ്ഞ സമയത്ത് അല്ലു അർജുൻ അപമാനിച്ചാൽ അവർക്ക് കർമ്മയായിട്ട് കിട്ടിയതാ. ഇതല്ല 100 കോടി കൊടുക്കണം എന്ന് ഞാൻ പറയും.